ഹലോ എവരിവൺ, ഈ വീഡിയോ നിങ്ങളെ തേടി വന്നതാണ്. ഇത് യാദൃശ്ചികമല്ല. ഇന്ന് നമ്മൾ ടാരറ്റ് റീഡിങ്ങിൽ 3 കാർഡ്സ് എടുക്കുന്നുണ്ട്. 3 കാർഡ്സ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 3 കാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പാസ്റ്റ് ലൈഫ്, പ്രസൻറ്റ് എന്ത് നടക്കുന്നു, ഫ്യൂച്ചറിൽ എന്താവും, ഈ 3 കാര്യങ്ങളാണ് റീഡ് ചെയ്യുന്നത്. ഈ റീഡിങ് എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങളോട് ഇത് കണക്റ്റ് ആയാൽ ഇത് നിങ്ങളുടെ മെസ്സേജാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലേക്ക് ഒന്ന് നോക്കാം. ഒരിക്കലും തോറ്റു കൊടുക്കാനാവാതെ നിങ്ങൾ പിടിച്ചു നിന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതൊരു ഫീമെയിൽ എനർജിയാണ്, അതുകൊണ്ട് ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങൾ ജെൻഡർ ഏതായാലും നിങ്ങൾ മാനസികമായി വളരെ ശക്തമായ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് മുൻപ്. അതിനുശേഷം മാത്രമാണ് നിങ്ങളിങ്ങനെ ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്കല്ല ഇപ്പോൾ എന്ന് കാണിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്, സത്യത്തെ കാണാനുള്ള ശക്തിയും ഉണ്ട് എന്ന് ഈ കാർഡ് കാണിക്കുന്നു. ഓക്കെ, ഇത് പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. രണ്ടാമത്തെ കാർഡിൽ നിങ്ങളൊരു പ്യുവർ സോൾ ആണ് എന്ന് കാണിക്കുന്നു. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ചൂഷണം ചെയ്യാനും വിഷമിപ്പിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പുതിയ ബിഗിനിങ് സ്റ്റേജിലാണ്. പഴയ ഭാരങ്ങളൊക്കെ വിട്ട് ഒരു പുതിയ വഴിയിലേക്ക് പോകുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഒരു ഗൈഡൻസും കൂടെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈശ്വരവിശ്വാസമാവാം, ഏതെങ്കിലും ഒരു പേഴ്സണിൻ്റെ സപ്പോർട്ടാവാം. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ വളരെ കാമായിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾക്ക് മൂല്യവത്തായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ജെൻഡർ മെയിലായാലും ഫീമെയിലായാലും എന്തായാലും. മൂന്നാമത്തെ കാർഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നത് വളർച്ചയുടെ അടയാളമാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് എത്രയും പെട്ടെന്ന് സെറ്റിലാവാനുള്ള മൂവ്മെൻറ്റ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഫിനാൻഷ്യലി ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേബിളാകാൻ പോവുകയാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രോത്ത് എത്രയും പെട്ടെന്ന് നടക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ശരിയായ വഴിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് സക്സസ് അല്ല. നിങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഉറപ്പുള്ളൊരു ഗ്രോത്താണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറും. നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അതൊക്കെ വിട്ട് കളയുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക, ആക്ഷൻ എടുക്കുക. ഈ റീഡിംഗ് നിങ്ങളോട് കണക്റ്റ് ആയാൽ കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ DM ചെയ്യൂ. കൂടുതൽ റീഡിങ്ങിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.